ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മുരുക സായി മരണത്തിൽ നിന്ന് രക്ഷിച്ച് മരണത്തിലൂടെയും രക്ഷിച്ച ഒരു ലീല. ടി. എം. സുന്ദരരാജൻ വളരെ പ്രശസ്തനായ ഗായകൻ. തമിഴകത്തെ ഒരു കാലത്തെ രോമാഞ്ചം. ഗായകന്റെ മൂത്ത മകൾക്ക് ഹൃദ്രോഗം. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധി എഴുതി. അമേരിക്കയിൽ പോയി സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ നടത്തണം. അതിലൂടെ മാത്രമേ കുട്ടിയെ രക്ഷിക്കാനാവൂ. സുന്ദരരാജൻ മകളുടെ പ്രശ്നവുമായി പർത്തിയിലെത്തി. വൈദ്യന്മാരുടെ ചികിത്സാവിധി അങ്ങനെ ആയിരുന്നെങ്കിലും മഹാവൈദ്യന്റെ ചികിത്സാവിധി മറ്റൊരു തരത്തിലായി. സായി നാമവും പവിത്രമായ വിഭൂതിയും പെൺകുട്ടിക്ക് ഔഷധമായി നിശ്ചയിക്കപ്പെട്ടു. സായി ചികിത്സയുടെ ഫലം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കുട്ടി ക്രമേണ രോഗവിമുക്തയായി. പെൺകുട്ടിയുടെ രോഗവിമുക്തി യാദൃച്ഛികമെന്നോ വിശദീകരിക്കാനാവാത്തതെന്നോ ഡോക്ടർമാർ വിലയിരുത്തി. രോഗം സുഖപ്പെട്ടുവെങ്കിലും പെൺകുട്ടി വിവാഹിതയാകരുതെന്ന് പരിശോധകർ കർശനമായി പറഞ്ഞു. ഹൃദ്രോഗബാധയുള്ള പെൺകുട്ടികൾ വിവാഹിതരാകരുത്, കാരണം അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ഡോക്ടർമാരുടെ താക്കീതുകൾ സ്വാമി അറിഞ്ഞു. അവിടുത്തെ ഇച്ഛ മറിച്ചായിരുന്നു. നല്ലൊരു മുഹൂർത്തത്തിൽ തിരുമുമ്പിൽ വെച്ച് തന്നെ വിവാഹം മംഗളമായി നടന്നു. അവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങി. സുന്ദരരാജന് ഒരു മകനുണ്ട്. 16 വയസ്സേ പ്രായമുള്ളൂ. അപ്രതീക്ഷിതമായി അയാൾക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. രോഗം കടുത്തു. ചികിത്സകൾ വിഫലമായി. ഗായകന്റെ പ്രാർത്ഥനകൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ലത്രേ. സുന്ദരരാജൻ മകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ക്ഷീണിതനായ മകനെ കിടത്തി. ഇനി ഒരേ ഒരു രക്ഷ സായി മാത്രം. എല്ലാവരും കൈയൊഴിഞ്ഞു കഴിഞ്ഞു. സ്വാമിയെ ഫോണിൽ വിളിക്കണമെന്ന് ഗായകന് പെട്ടെന്ന് തോന്നി. ഉടൻ തന്നെ ട്രങ്ക് കോൾ ബുക്ക് ചെയ്തു. താമസിയാതെ ലൈനും കിട്ടി. പുട്ടപർത്തിയിൽ ഫോൺ എടുത്തതോ സ്വാമിയും. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരക്ഷരം സുന്ദരരാജന് പറയുവാനായില്ല. ഫോണിൽ നിറയെ ഇരമ്പലും പൊട്ടലും ചീറ്റലും. അപ്പോഴേക്കും മകൻ മൂന്നൊരു ഉറക്കെ വിളിച്ചു, മുരുകാ മുരുകാ മുരുകാ. അതോടെ നാവ് നിശ്ചലമായി. കണ്ണുകൾ കൂമ്പി. കാലുകളുടെ ശക്തി തളർന്ന് മെല്ലെ വശങ്ങളിലേക്ക് ചെരിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഈശ്വരാ! സുന്ദരരാജന് നെഞ്ചു തകരും പോലെ തോന്നി. തന്റെ മകൻ ആ വലിയ സത്യം ഉൾക്കൊള്ളുവാൻ പാടുപെടുകയായിരുന്നു പിതാവിന്റെ കൊച്ചു മനസ്സ്. ദുഃഖം തത്വചിന്തകൾക്കാണ് വഴിമാറി കൊടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് വളരെ വിരളം. കനത്ത ദുഃഖം പലപ്പോഴും വഴി കൊടുക്കുന്നത് പകയ്ക്കും നിഷേധത്തിനുമാണ്. സുന്ദരരാജനും അതുതന്നെ സംഭവിച്ചു. തന്നെ കൊടിയ വിപത്തിൽ കൈവിട്ട ഭഗവാനെ, സ്വാമിയെ അദ്ദേഹം അവിശ്വസിച്ചു. അവിടുത്തെ അനുപമ ശക്തികൾ എല്ലാം വെറുതെ എന്ന് അദ്ദേഹത്തിന് തോന്നി. വീട്ടിലുണ്ടായിരുന്ന സ്വാമിയുടെ സകല ചിത്രങ്ങളും അഴിച്ചു മാറ്റപ്പെട്ടു. ദിനങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. നാൾ ചെല്ലുന്തോറും സുന്ദരരാജന്റെ രൂപവും ഭാവവും മാറി തുടങ്ങി. 6 മാസം കടന്നുപോയി. ഭക്തൻ ഭഗവാനെ കൈയൊഴിഞ്ഞാലും ഭഗവാന് ഭക്തനെ ഉപേക്ഷിക്കാനാകുമോ? 6 മാസം പിന്നിട്ടപ്പോഴേക്കും സുന്ദരരാജന്റെ മനസ്സിലും എന്തൊക്കെയോ ചലനങ്ങൾ ഉണ്ടായി തുടങ്ങി. മനസ്സ് എന്തിനോ ദാഹിക്കുന്നു. സ്വാമിയുടെ കരുണാർദ്രമായ നോട്ടം, സംഭാഷണം മനസ്സിലും കാതിലും മുഴങ്ങുന്നു. നിസ്തുല പ്രേമം വഴിഞ്ഞൊഴുകുന്ന മധുരതരമായ മന്ദഹാസം ഓർക്കുമ്പോൾ മനം മയങ്ങുന്നു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും മനോദർപ്പണത്തിൽ സ്വാമിയുടെ പ്രേമപൂർവമായ ചലനങ്ങൾ. സുന്ദരരാജന് താങ്ങുവാനായില്ല. താൻ സ്വാമിയെ തള്ളി പറഞ്ഞുവല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം വിങ്ങി. സ്വാമി! കണ്ണീരോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് താമസിച്ചില്ല. സ്വാമിയെ കാണുവാനായി അദ്ദേഹം കുതിച്ചു. പ്രേമസ്വരൂപൻ തന്റെ പ്രിയ ബംഗാരുവിനെ അരുമയോടെ സ്വീകരിച്ചു. ദർശന സ്പർശനത്താൽ ഭക്തനെ പുളകിതഗാത്രനാക്കി. മന്ദഹാസത്തോടെ അവിടുന്ന് തിരക്കി. സുന്ദരരാജൻ, അന്ന് ഫോണിൽ വലിയ ശബ്ദമായിരുന്നല്ലോ, ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? തടുത്തു നിർത്തിയിരുന്ന ദുഃഖം അണപൊട്ടി. അദ്ദേഹം വിതുമ്പിക്കൊണ്ട് ചോദിച്ചു, സ്വാമി, ഇനി അതെല്ലാം എന്നിൽ നിന്ന് തന്നെ കേൾക്കണമോ? അരുതരുത്, കരയരുത്, ഇനി ഒരിക്കലും കരയരുത്. നിനക്ക് അറിയില്ലേ ബംഗാരു, മനുഷ്യ ശരീരം തുകൽ ചെരുപ്പിനേക്കാൾ മോശമാണ്. മഴയത്ത് നനഞ്ഞു പോകുമ്പോൾ ചെരുപ്പ് ഒരു ശല്യമായാൽ നമുക്കത് അടുത്ത വീട്ടിൽ അവരുടെ അനുവാദം വാങ്ങി കയറ്റി വെക്കാം. മഴ കഴിയുമ്പോൾ വന്ന് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കും. ഇനി മറ്റൊരു കാര്യം ആലോചിക്കൂ. ഒരു ശവശരീരം അതുപോലെ കുറച്ചു സമയം സൂക്ഷിച്ചു വെക്കുവാൻ ഏതെങ്കിലും വീട്ടുടമ സമ്മതിക്കുമോ? അത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? പ്രേമപൂർവ്വം ഭഗവാൻ സുന്ദരരാജനോട് വീണ്ടും പറഞ്ഞു, ബംഗാരു,
തുകൽ ചെരുപ്പിനേക്കാൾ വിലകെട്ടതാണ് ഈ ശരീരം. പ്രാരബ്ധം അനുഭവിക്കുവാനായി ജീവൻ ഓരോ ശരീരത്തെ പ്രാപിക്കുന്നു എന്ന് മാത്രം. വീണ്ടും കർമ്മം അനുഷ്ഠിക്കുന്നു, പ്രാരബ്ധം വർദ്ധിക്കുന്നു, അത് അനുഭവിക്കാനായി മറ്റൊരു ശരീരം വീണ്ടും സ്വീകരിക്കുന്നു. ഇതങ്ങനെ തുടരുകയാണ്. ഒരു നിമിഷം നിർത്തി പിന്നീട് തെല്ലു ഗാംഭീര്യത്തോടെ മഹാപ്രഭു അരുളി, സുന്ദരാജൻ, നിങ്ങളുടെ പുണ്യവാനായ മകൻ മറ്റൊരു ശരീരം സ്വീകരിച്ചിട്ടില്ല. അവന് മനുഷ്യജന്മത്തിന്റെ രഹസ്യം അറിയാമായിരുന്നു. അന്ത്യവേളയിൽ അവൻ 3 പ്രാവശ്യം മുരുകനെ വിളിച്ചത് നീ ഓർക്കുന്നില്ലേ? അവൻ വിമുക്തനായി. സർവബന്ധനങ്ങളും അവൻ അറുത്തു മുറിച്ചു കഴിഞ്ഞു. അവൻ എന്നരികിലെത്തി. അതിൽ നീ ഏങ്ങലടിക്കുന്നുവോ? അവന്റെ പക്വമായ ഭക്തിയിൽ സന്തോഷിക്കൂ. നിന്നിലെ സംഗീതജ്ഞാനം ഭഗവത് മഹിമ പാടുവാനും ആരാധിക്കുവാനുമായി ഉപയോഗിക്കൂ. പിന്നീട് അവിടുന്ന് തെന്നൽ പോലെ ഒഴുകി നീങ്ങി. ഗായകന്റെ ചുട്ടുപഴുത്ത മനസ്സ് ആറിത്തണുത്തു. മരവിപ്പ് പടർന്ന മനസ്സിൽ ചെറു ചൂടുയർന്നു. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അദ്ദേഹത്തിന് ബോധ്യമായി. ഈശ്വരനെ അനുഭവിക്കുക. ഓം തത് സത്ത്.